നമ്മളൊരു കാര്യം റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, സത്യസന്ധമായി തേടുകയാണെങ്കിൽ നമ്മുടെ അമലുകൾ കൊണ്ട് നമ്മൾക്ക് നമ്മൾ ചോദിക്കുന്ന പദവിയിലേക്ക് എത്താൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ലെങ്കിലും, നമ്മൾ ആ ക്വാളിറ്റിയിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ലെങ്കിലും, നമ്മുടെ ഈ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചാൽ നമ്മൾക്ക് അതുകൊണ്ട് ആ വലിയ പദവിയിലേക്ക് എത്താൻ സാധിക്കും. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ചില്ലറ വിഷയമല്ല, നിസ്സാര കാര്യമല്ല. ഏതുപോലെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹ ഷഹാദത ബിസിദ്ഖിൻ, ആരെങ്കിലും അള്ളാഹുവിനോട് സത്യസന്ധമായി ഷഹാദത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഷഹീദാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടുന്ന വ്യക്തിക്കാണ് ഷഹീദാവുന്നത്. അങ്ങനെ റബ്ബേ എനിക്ക് നിന്റെ മാർഗത്തിൽ മരിക്കാനുള്ള ഭാഗ്യം തരണം എന്ന് സത്യസന്ധമായി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ വൈൻ മാത അലാ ഫിറാശി, അവൻ മരണപ്പെടുന്നത് അവന്റെ വിരിപ്പിൽ ബെഡിൽ കിടന്നിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ പോലും അള്ളാഹു അവന്റെ ഈ പ്രാർത്ഥന കാരണത്താൽ അവന് ശുഹദാക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വേണ്ടത്, നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ കൽബ് നിയ്യത്താണ്. നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ മെന്റാലിറ്റിയാണ്. അതൊക്കെ ഏതൊക്കെയോ അമ്പിയാക്കന്മാർക്കും മുർസലീങ്ങൾക്കും സ്വഹാബത്തിനും മാത്രമുള്ളതല്ല. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട വസ്തുത ഏതാണ്? നമ്മൾക്കും അവിടേക്ക് എത്താൻ കഴിയും, നമ്മൾക്കും ആ വലിയ ദർജകൾ കരസ്ഥമാക്കാൻ സാധിക്കും. പക്ഷേ അതിനു മാത്രം പോകുന്ന ക്വാളിറ്റിയുള്ള പ്രവർത്തനങ്ങൾ, ഈമാനും തഖ്വയും അമലും ഇബാദത്തും ഇൽമും ഒക്കെ നമ്മൾ കരസ്ഥമാക്കാൻ പരിശ്രമിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കരുതേണ്ട, ഉറപ്പിക്കേണ്ട കാര്യം, എനിക്കും അവിടേക്ക് എത്താൻ പറ്റും. എൻ്റെ ഈ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചാൽ എൻ്റെ ഇബാദത്തുകൾ അതിനോളം പോകുന്നതായിട്ടില്ലെങ്കിൽ പോലും എൻ്റെ റബ്ബ് എനിക്ക് ഔദാര്യം എന്ന നിലയ്ക്ക് ആ ദറജയിലേക്ക് എന്നെ എത്തിച്ചേക്കും. ഈ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതിനോടൊപ്പം എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന നമ്മൾ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തഖ്വ വർദ്ധിപ്പിക്കാൻ, ഇൽമു വർദ്ധിപ്പിക്കാൻ, ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ, ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി അധികരിപ്പിക്കണം. ഈ വലിയ ദറജയിലേക്ക് എത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ദീനിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, അത് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം.